ഹായ്, ഞാൻ റുക്കിയ ഷംല, അബ്സൊല്യൂട്ട് മൈൻഡ് ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. പൊതുസ്ഥലങ്ങളിൽ ആളുകളുടെ മുമ്പിൽ, പ്രത്യേകിച്ചും അപരിചിതരായിട്ടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും മുമ്പിൽ നഗ്നതാ പ്രദർശനം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ ആളുകൾ വട്ടം ചേർന്ന് പിടിച്ച് കൈകാര്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ ഏൽപ്പിക്കുന്ന ന്യൂസുകളൊക്കെ നമ്മുടെ മീഡിയാസിൽ ഭയങ്കര ശ്രദ്ധ നേടിയിട്ടുള്ള വാർത്തകളാണ്. അതേപോലെ ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുള്ള പെൺകുട്ടികളുടെ എണ്ണവും നമ്മുടെ നാട്ടിൽ അത്ര കുറവൊന്നുമല്ല. സാധാരണ രീതിയിൽ ഈ ഒരു കണ്ടീഷൻ ഒരു ക്രിമിനൽ ആക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ടൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ ഈ ഒരു കണ്ടീഷന് ഒരു മറുവശം കൂടെയുണ്ട്. ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് പ്രകാരം ഡിസോർഡേഴ്സ് ഓഫ് സെക്ഷൽ പ്രിഫറൻസ് എന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള എക്സിബിഷനിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണത്. എക്സിബിഷനിസം എന്ന് പറയുന്നത് ഒരു ലൈംഗിക വൈകൃതമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എക്സിബിഷനിസ്റ്റ് ചെയ്യുന്നത് അവരുടെ ലൈംഗികാവയവം അല്ലെങ്കിൽ സെക്ഷൽ പാർട്ട് പ്രദർശിപ്പിക്കുകയും അതിലൂടെ ഒരു സെക്ഷൽ പ്ലഷർ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എക്സിബിഷനിസം എന്ന് പറയുക. സാധാരണ രീതിയിൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ 2 മുതൽ 4% വരെ ആളുകളിൽ ഈ ഒരു കണ്ടീഷൻ ഉള്ളതായിട്ടാണ് പറയുന്നത്. പുരുഷന്മാരിലും അതേപോലെ സ്ത്രീകളിലും എക്സിബിഷനിസ്റ്റിക് ബിഹേവിയർ ഉണ്ട്. എന്നാൽ സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പുരുഷന്മാരും സ്ത്രീകളും 2 വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു എക്സിബിഷനിസം എക്സ്പോസ് ചെയ്യുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ പ്രദർശനം നടത്തുമ്പോൾ ഇതിന് വിക്റ്റിമാകുന്ന ആളുകൾ അവർക്ക് ഉണ്ടാകുന്ന അവരുടെ മുഖത്ത് കാണുന്ന അന്താളിപ്പും ഒരു ഡിസ്ഗസ്റ്റ് ഫീലിംഗ് ഒക്കെയാണ് അവർക്കൊരു സെക്ഷൽ പ്ലഷർ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് ഒരു അട്രാക്ഷൻ കൂടെ ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു ഗെയിനും കൂടെ ഈ ഒരു കാര്യത്തിലുണ്ട്. ആ ഒരു അട്രാക്ഷൻ കൂടെയാണ് അവർക്കൊരു സെക്ഷൽ പ്ലഷർ ഉണ്ടാക്കുന്നത്. എന്നാലും ഇതിലുള്ളൊരു വ്യത്യാസം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാഷൻ ട്രെൻഡിൻ്റെ ഭാഗമായിട്ടൊക്കെ വസ്ത്രധാരണത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പോലെ കുറച്ച് ഇറക്കം കുറഞ്ഞിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു എക്സിബിഷനിസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. എക്സിബിഷനിസം എന്ന് നമുക്കിതിനെ പറയണമെങ്കിൽ അതൊരു അഗ്രസീവ് ട്രെയ്റ്റിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടോ ഇങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മളതൊരു മനോവൈകൃതമായിട്ട് അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമായിട്ടൊക്കെ കണക്കാക്കുക. ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനിസ്റ്റിക് ബിഹേവിയർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മളതൊരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഒരു എക്സിബിഷനിസമായിട്ട് പറയാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് വല്ലാത്ത തരത്തിലൊരു ഗിൽട്ട് ഫീൽ ഉണ്ടായിരിക്കും. ഞാനൊരു അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, വളരെ മോശമായിട്ടുള്ള ഒരാളാണ്, ഈ സൊസൈറ്റിയിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള വല്ലാത്ത തരത്തിലുള്ള ഒരു ഗിൽട്ട് ഫീൽ, റിഗ്രറ്റ് ഫീൽ അവരുടെ ഉള്ളിലുണ്ടാകും. അവർക്ക് ആളുകളെ ഫേസ് ചെയ്യാനും പൊതുസ്ഥലങ്ങളിൽ പോകാനും ഒക്കെ വല്ലാത്ത ഭയം തോന്നുകയും ഉൾവലിഞ്ഞിരിക്കുകയും വല്ലാത്തൊരു ഡിപ്രസീവ് സ്റ്റേറ്റ്സിലേക്കൊക്കെ പോകാനൊക്കെ ഉള്ള സാധ്യതകൾ, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസൊക്കെയാണ് നമുക്ക് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനിസ്റ്റിക് ബിഹേവിയറിൽ കാണാൻ പറ്റുക. എന്നാൽ ഇതൊരു അഗ്രസീവ് ട്രെയ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ASPD പോലെ, അതായത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെയുള്ള ആളുകളിലൊക്കെ കാണുന്നത് പോലെ സൊസൈറ്റിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിൽ അല്ലെങ്കിൽ ഇതേപോലെ ബിഹേവ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമാണെന്നോ ഇതിനൊരു റിഗ്രറ്റ് ഫീലിംഗ് പോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഇതൊരു ചികിത്സിക്കേണ്ട കാര്യമായിട്ടോ ഒരു അൺഎത്തിക്കലായിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും കൺസിഡർ ചെയ്യില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ബിഹേവിയർ ചെയ്യുകയും ഇതിലൂടെ ഒരു സെക്ഷൽ പ്ലഷർ കൂടുതൽ കണ്ടെത്താനായിട്ട് അങ്ങനെ ബിഹേവിയർ തുടർച്ചയായിട്ട് കാണിക്കുകയും ചെയ്യാറുണ്ട്. ഇനി ഇതേപോലെ എക്സിബിഷനിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ പബ്ലിക്കായിട്ടുള്ള പ്ലേസസും അതേപോലെ ആളൊഴിഞ്ഞിട്ടുള്ള ഇടവഴികൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ എക്സിബിഷനിസ്റ്റിക് തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ അത് ഓരോരുത്തരുടെയും സെക്ഷൽ പ്രിഫറൻസിൻ്റെ ഒരു സെക്ഷൽ പ്ലഷർ ഗെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലങ്ങൾ ഡിഫറെൻ്റ് ആകാം. ചില ആളുകൾ പബ്ലിക് പ്ലേസസ് ചൂസ് ചെയ്യും, ബീച്ച് പോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വളരെ തിരക്കേറിയിട്ടുള്ള സ്ട്രീറ്റൊക്കെ. മറ്റു ചിലർ ആളൊഴിഞ്ഞ ഇടവഴികൾ ചൂസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രദർശനമായിരിക്കും അവരെ സംബന്ധിച്ചിട്ട് കൂടുതൽ പ്ലഷറബിളായിട്ട് തോന്നുന്നത്. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന
സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിംഗിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്. സാധാരണ രീതിയിൽ ഈ ഒരു എക്സിബിഷനിസം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് വിറ്റ്നസ് ചെയ്യപ്പെടുന്ന ആളുകൾ 30 അതേപോലെ 40 വയസ്സിനും ഇടയിലുള്ള മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകൾ, അതേപോലെ അഡോളസൻസ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെയാണ്. ഈ 2 പേരിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച്, മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ട്രോമാറ്റിക് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറാനും ലൈംഗികതയോടും അതേപോലെ പുരുഷനോടൊക്കെയുള്ളൊരു വെറുപ്പും വിദ്വേഷവുമായിട്ടൊക്കെ ഇതേപോലുള്ള കണ്ടീഷൻസ് മാറുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ചും ഒരു ട്രോമയായിട്ട് നിലനിൽക്കുകയും ഇത് പേടി കാരണം പുറത്ത് പറയാതെ അവർ ഉള്ളിൽ ഒതുക്കി നിൽക്കുകയും വളരെ വിയേർഡായിട്ടുള്ള ഒരു സെക്ഷൽ ഫാൻറ്റസിയിലൊക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ അവരെ കൊണ്ടെത്തിക്കുകയും പതിവാണ്. അമ്മമാരോട് തുറന്ന് പറയാൻ, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ പാരൻസിനോടോ ഒക്കെ ഇത് തുറന്ന് പറയാനായിട്ട് അവർ പലപ്പോഴും മടിക്കുന്നത് കാരണം ഇത് ട്രീറ്റ് ചെയ്യപ്പെടാതെ അവരുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതും ഈ ഒരു കാര്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എക്സിബിഷനിസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ആളുകളുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയറിന് അവർ വിറ്റ്നസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസോ മൊളസ്റ്റേഷനോ ഒക്കെ അവരുടെ ലൈഫിൽ സംഭവിച്ചതായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും സൈക്കോതെറാപ്പിയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അതിൻ്റെ കൂടെ ചില കേസസിൽ അവർ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പോലെയുള്ള കേസസ് വരുമ്പോൾ ഫാർമക്കോ തെറാപ്പി, അതായത് സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷനോട് കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതേപോലെയുള്ള മെഡിസിൻസും ഒക്കെ എടുക്കുന്നതും ഈ ഒരു കണ്ടീഷനെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്തി എടുക്കാനുള്ള മാർഗങ്ങളാണ്. പ്രധാനമായിട്ടും ഇങ്ങനെ വിറ്റ്നസ് ചെയ്യപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഇതേപോലൊരു എക്സ്പീരിയൻസ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക. ആ സമയങ്ങളിൽ നമ്മൾ ഭയപ്പെട്ടു പോകാതെ, അന്താളിച്ചു പോകാതെ അതിനെ വളരെ നിസ്സാരമായ രീതിയിൽ അവഗണിച്ച് കളയുകയാണെങ്കിൽ നമ്മൾക്കത് ഇങ്ങനെ ഉണ്ടാകുന്ന എക്സിബിഷനിസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്ലഷർ അതിൽ കണ്ടെത്താൻ സാധിക്കാതെ വരികയും അങ്ങനെയുള്ള ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസിൽ നമ്മൾക്കും ഭാഗമാകാതെ ഒഴിവായി നിൽക്കാനും സാധിക്കും. കൂടുതലായിട്ടുള്ള അന്താളിപ്പും ഡിസ്ഗസ്റ്റ് ഫീലിങ്ങും ഒക്കെ അമ്പരപ്പൊക്കെ നമ്മുടെ മുഖത്ത് ഉണ്ടാകുമ്പോഴാണ് ഈ എക്സിബിഷനിസ്റ്റിക് ബിഹേവിയർ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. സോ ഇങ്ങനെ വിറ്റ്നസ് ചെയ്യപ്പെടുന്ന ആളുകൾ ഈ അവഗണനയോട് കൂടിയിട്ട് ഈ ഒരു കാര്യത്തിനെ മറികടന്നാൽ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഈ ഒരു കണ്ടീഷനെ ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഹെൽപ്പോട് കൂടിയിട്ട് ഈസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയെടുക്കാനും പറ്റും. ഇനി ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയറിൽ പ്രധാനപ്പെട്ട ഒരു 2 കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു അഗ്രസീവ് ട്രേറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന എക്സിബിഷനിസ്റ്റിക് ബിഹേവിയർ ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് കമ്പാരിറ്റീവ്ലി കുറേ കൂടെ ഡിഫിക്കൽട്ടാണ്. എന്നാൽ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് എക്സിബിഷനിസം നടക്കുന്നത് എങ്കിൽ അത് ഈസി ആയിട്ട് കുറേ കൂടെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെയും അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ ലൈഫിനെയും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടും ഇത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ആളും അതേപോലെ ഇതിന് വിറ്റ്നസ് ചെയ്യപ്പെടുന്ന ആളിനും ഒരേപോലെ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടും ഈ ഒരു അവസ്ഥ ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെയും അതേപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയും സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു അവസ്ഥയെ പരിപൂർണമായിട്ട് ഭേദപ്പെടുത്തി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.